പറ്റുകയാണെങ്കിൽ ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കാം, ക്ലാസ് മിസ്സായവർ കാണാനാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ഓഫ് എയർ ആണ്. അപ്പോൾ 3 സെഷനായിട്ട് തന്നെ പഠിക്കുക. ആദ്യം ഒക്യുപേഷണൽ ഹൈജീൻ അതിൻ്റെ ഡെഫിനേഷൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ റിസ്ക്, എന്താണ് റിസ്ക്, ഏതൊക്കെ ടൈപ്പ് റിസ്ക് ഉണ്ട്, അതിൻ്റെ ആ സ്റ്റെപ്പുകളും അതെങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള ഹൈറാർക്കി, അത് കഴിഞ്ഞ് ആ സെഷൻ കഴിഞ്ഞു. പിന്നെ ഒക്യുപേഷണൽ എക്സ്പോഷർ ലിമിറ്റ് എന്താണ്, ആ 3 ഡെഫിനേഷൻ, എന്തിനാണ് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് സാമ്പിളിംഗ് ഓഫ് എയർ. ഇങ്ങനെ 3 സെഷനായിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ തിരിക്കാം. ഇത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീർന്നിട്ടോ. സാമ്പിളിംഗ് ഓഫ് എയർ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഓഫ് ഡസ്റ്റ്. നമ്മളിപ്പോൾ ഇങ്ങനെ എക്സ്പോഷർ ലിമിറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഈ ലിമിറ്റ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള എയറിനെ സാമ്പിൾ ചെയ്യണം, എയറിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഡസ്ട്രിക്കകത്തുള്ള അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എയർ എടുക്കാൻ, സാമ്പിൾ എടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത്. സാമ്പിളിംഗ് ഓഫ് എയർ, എങ്ങനെ നമുക്ക് സാമ്പിൾ ചെയ്യാം. ആദ്യം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പിൾ ചെയ്യുന്നത്, അപ്പോൾ ഏത് തരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് അവരെ എക്സ്പോഷർ ചെയ്യപ്പെടാൻ പോകുന്നത്, എത്രമാത്രം സബ്സ്റ്റൻസ് അതിനകത്തുണ്ട്, എപ്പോഴാണ് എക്സ്പോഷർ സംഭവിക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാമ്പിളിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഇതെങ്ങനെയൊക്കെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യാം. നിങ്ങളുടെ സിലബസിനകത്ത് ഒരു സാമ്പിളിംഗ് മെത്തേഡും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ പലതവണ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളത് ആക്റ്റീവ് സാമ്പിളിംഗ് മെത്തേഡും പാസീവ് സാമ്പിളിംഗ് മെത്തേഡും, അല്ലെങ്കിൽ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സാമ്പിളിംഗ്, എയർ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡസ്റ്റ് സാമ്പിളിംഗ്, കെമിക്കൽ സാമ്പിളിംഗ്, ഇതൊക്കെ കണ്ട സെയിം സാധനമാണ് കേട്ടോ. പർട്ടിക്കുലേറ്റ് സാമ്പിളിംഗിനോ എയർ സാമ്പിളിംഗിനോ ഡസ്റ്റ് സാമ്പിളിംഗിനോ കെമിക്കൽ സാമ്പിളിംഗിനോ അങ്ങനെ എന്ത് സാമ്പിളിംഗ് ലാസ്റ്റ് മൊഡ്യൂൾ കണ്ടോ അവർ ഉദ്ദേശിക്കുന്നത് ഡസ്റ്റിന്റെ സാമ്പിളിംഗ് ആണ്. ഈ മെത്തേഡ്സ് നിങ്ങൾക്ക് എഴുതാം, അല്ലാതെ വേറെ ഒരു സാമ്പിളിംഗ് മെത്തേഡും നമ്മൾ അവിടെ പഠിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു അസാഡസ് ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഡസ്റ്റിനെ എങ്ങനെ സാമ്പിൾ എടുക്കും. ഇപ്പൊ നമുക്കിപ്പോൾ വെള്ളം ആണെങ്കിൽ നമുക്കത് കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്, അല്ലെങ്കിൽ സോളിഡ് ആണെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷെ ഡസ്റ്റ് അതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ പരന്ന് കിടക്കണം. അപ്പൊ അതിന് നമുക്ക് വേണ്ട സാമ്പിളിംഗ് എങ്ങനെ ചെയ്യും, വേണ്ടതിന് എങ്ങനെ നമുക്കൊരു സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യും, അതിനുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു 2 പ്രധാനപ്പെട്ട മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് നമ്മൾ പാസീവ് സാമ്പിളിംഗ്. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ, വർക്കൊന്നും ചെയ്യാതെ നമുക്ക് ഗ്രാവിറ്റിക്ക് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നടത്തുന്ന സാമ്പിളിങ്ങിനെയാണ് പാസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുനിന്നൊരു പമ്പോ ഫാനൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിളിംഗ് ചെയ്യാം. എയറിനെ പമ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ നിർബന്ധിച്ച് സാമ്പിൾ എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സാമ്പിളിംഗ്. മറ്റേത് ഗ്രാവിറ്റിക്ക് യൂസ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് നമ്മൾ സാമ്പിൾ ആയിട്ട് കിട്ടുന്നതിനാണ് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മൾ എന്ത് പറയുന്നത് പാസീവ് സാമ്പിളിംഗ്. മറ്റേത് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫോഴ്സ് ഉപയോഗിച്ച് സാമ്പിൾ എടുക്കുന്നതിനാണ് ആക്റ്റീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ ഓരോന്നും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ ഉണ്ട്, നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത്, കെമിക്കൽ കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതിലൂടെ നമ്മുടെ എയർ പാസ് ചെയ്യാം. നമ്മൾ സാധാരണ ചായയൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന പോലെ, ജ്യൂസൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന പോലെ നമ്മുടെ ഡസ്റ്റിനെ നമ്മൾ അതിന്, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫ്രീ ആയിട്ട് അതിലൂടെ പോകില്ല. അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അല്ലെ, ഒരു പമ്പൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഫാനൊക്കെ യൂസ് ചെയ്തിട്ട് എയറിനെ നിർബന്ധിച്ച് ആ ഫിൽട്ടർ സാമ്പിളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഫിൽട്ടറിലൂടെ പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫിൽട്രേഷൻ എന്നുള്ളത് ഒരു ആക്റ്റീവ് സാമ്പിളിംഗ് ആണ്. ഫിൽട്രേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമ്മൾ ഫിൽട്ടറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഫിൽട്ടറിങ് മെറ്റീരിയലിലൂടെ നമ്മുടെ എയറിനെ പാസ് ചെയ്യാം. പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ജസ്റ്റ് എയറിനെ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്തുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഫിൽട്ടറിൽ വന്ന് അടിയും. അതാണ് നമ്മുടെ പർപ്പസ്. അപ്പൊ ആ ഫിൽട്ടർ അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് എത്രമാത്രം ഡസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നത്. അടുത്തത് സെഡിമെന്റേഷൻ ആണ്. സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഇതിവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊരു പാസീവ് മെത്തേഡാണ്. നമ്മൾ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് സെഡിമെന്റേഷൻ നടത്തുന്നത്. നമ്മുടെ എയറിനെ ജസ്റ്റ് ഇതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡസ്റ്റ് കൂടിയ അല്ലെങ്കിൽ അതിനകത്ത് കെമിക്കൽസ് ഉണ്ടെങ്കിൽ അതിൽ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഗ്രാവിറ്റി കാരണം അല്ലെങ്കിൽ വെയിറ്റ് കാരണം അത് താഴോട്ട് വരും. അങ്ങനെ നമുക്ക് ആ എയറിന്റെ സാമ്പിൾ കിട്ടും. അതാണ് സെഡിമെന്റേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. രണ്ടും ഡിഫറൻസ് മനസ്സിലാക്കുക. മറ്റേത് നമ്മളൊരു ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ഫിൽട്ടറിങ് മെറ്റീരിയലിലൂടെ നിർബന്ധിച്ച് പാസ് ചെയ്യാണ്. സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി യൂസ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് സെറ്റിൽ ചെയ്യാണ് ചെയ്യുക.
ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ച് ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ എയർ പാസ് ചെയ്യും. ആ എയർ നാച്ചുറലായിട്ട് വെയിറ്റ് കൂടിയതുകൊണ്ട് അത് താഴോട്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ സാമ്പിൾ കിട്ടും. അതാണ് സെഡിമെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഫിൽട്രേഷൻ ഫോഴ്സ്ഡ് മെത്തേഡാണ്, അല്ലെങ്കിൽ ആക്റ്റീവ് മെത്തേഡാണ്. സെഡിമെൻറ്റേഷൻ നാച്ചുറൽ മെത്തേഡാണ്. ഇനി ഇനേർഷ്യൽ പേഴ്സിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതൊന്നുമില്ല, പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു എയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് ഉണ്ട്, ഒരു പൊടിയുള്ള ഒരു എയറിൻ്റെ കൂട്ടുണ്ടെന്ന് വെച്ചോ. അത് നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിനെ നിർബന്ധിച്ചൊരു പാത്തിലൂടെ ഇങ്ങനെ വിടുകയാണ്. പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് മാറ്റി കൊടുക്കണം. ഒന്നുകൂടെ പറയാം, ഒരു എയറിൻ്റെ സ്ട്രീം ഇങ്ങനെ പോകുന്നുണ്ട്, പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടൊരു ഷിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇനേർഷ്യ എന്നുള്ളൊരു ടേം പഠിച്ചിട്ടുണ്ട്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഒരു ബോഡി മോഷനിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. നമ്മൾ ബസ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നിലോട്ട് പോകില്ലേ? കാരണം നമ്മളെ മൈൻഡിൽ നമ്മൾ നിൽക്കുകയാണ്, പെട്ടെന്ന് നമുക്കറിയില്ല ബസ് പോവാണെന്നുള്ളത്. പെട്ടെന്ന് അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നിലോട്ട് പോകുന്നത്. നേരെ മറിച്ച് ബസ് പോയിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുന്നിലോട്ട് പോകും. കാരണം നമ്മൾ മുന്നിലോട്ട് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷനിലാണ്. അപ്പോൾ എനിവേ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഏത് മോഷനിലാണോ നിൽക്കുന്നത് ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ എയറിനും ആ സെയിം ഡയറക്ഷനിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ എയർ ആണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഡസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, അത് സ്മൂത്ത് ആയിട്ട് ആ ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേൺ അതിന് എടുക്കാൻ പറ്റും. നേരെ മറിച്ച് വെയിറ്റ് കൂടിയ എയർ ആണെങ്കിലോ അതിന് ഇനേർഷ്യ കാരണം പെട്ടെന്ന് അങ്ങോട്ട് വളയാൻ കഴിയില്ല. അപ്പം അത് നേരെ പോകും. ഈ സാധനം നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു ഫിൽറ്ററിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിലോട്ടോ കൊണ്ടുപോയി ഇടിപ്പിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ സാമ്പിൾ കിട്ടും. നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡസ്റ്റ് ഉള്ള എയറിൻ്റെ വെറുതെ എയർ കിട്ടിയിട്ട് കാര്യമില്ല, ഡസ്റ്റ് ഉള്ള എയറിൻ്റെ സാമ്പിൾ കിട്ടണം. അപ്പം നമ്മൾ ഈ എയറിനെ ഫോഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് ഉള്ള എയർ എന്ത് ചെയ്യും? അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് നേരെ ചെന്നൊരു സ്ലൈഡിലോ നമ്മൾ എന്താണോ അത് കളക്ട് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അതിൽ പോയിട്ട് ഇടിക്കും. അപ്പം നമുക്ക് അതിൻ്റെ സാമ്പിൾ കിട്ടും, അതൊന്ന് കളക്ട് ചെയ്യാം. അതാണ് ഇനേർഷ്യൽ പെർസിപ്പിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പല പല മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 3 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇമ്പാക്ഷൻ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇമ്പാക്ട് ചെയ്യുക, ഇടിക്കുക അല്ലേ? ഒരു സ്ലൈഡിൽ കൊണ്ടുപോയിട്ട് ഇടിക്കുക. അപ്പോൾ അതിൽ അഡ്ഹസീവ് മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടാവും. വെറുതെ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് നേരെ വന്നിട്ട് ആ സ്ലൈഡിൽ ഇടിക്കുമ്പോൾ അവിടെ കുറച്ച് അഡ്ഹസീവ്സ് പശ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിൽ വന്നിട്ട് ഇത് ഇടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനേർഷ്യൽ പെർസിപ്പിറ്റേഷൻ പല മെത്തേഡ് ഉണ്ട്. പിന്നെ ഇംപിഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. നമ്മൾ യൂസ് ചെയ്ത അഡ്ഹസീവ് ആണ്. അതിന് പകരം ഈ എയറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ലിക്വിഡിലൂടെ, അത് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ലിക്വിഡിലൂടെ പാസ് ചെയ്യാം. അപ്പോഴും ഈ ഇനേർഷ്യ കാരണം ഡസ്റ്റ് ഉള്ളത് സാധനം വന്നിട്ട് ഈ ലിക്വിഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് സ്ലൈഡിന് പകരം അല്ലെങ്കിൽ അഡ്ഹസീവ്സിന് പകരം നമ്മൾ ലിക്വിഡ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ജനറൽ ആയിട്ട് നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നില്ല. ഇനേർഷ്യൽ പെർസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡസ്റ്റിന് സാമ്പിൾ കളക്ട് ചെയ്യാണ്. 3 മെത്തേഡിൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഇമ്പാക്ഷൻ, ഇമ്പാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇംപിഞ്ച്മെന്റ്, ലിക്വിഡ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുക. ദെൻ സെൻട്രിഫ്യൂഗിങ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതായത് ഞാൻ ഇതിന്റെ വേറൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ChatGPT നിന്ന് എടുത്താണ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാണ് കേട്ടോ. ഞാൻ ഷെയർ ചെയ്യാം. ഇതിലൊന്നുകൂടി സിമ്പിൾ ആയിട്ടുള്ള നോട്ട് കൊടുത്തിട്ടുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഫിഗർ എടുക്കാനാണ് ഇപ്പോൾ എടുത്ത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? എയറിന് പാസ് ചെയ്യും, എന്നിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് വെയിറ്റ് കൂടിയതെല്ലാം എന്ത് ചെയ്യും? വെയിറ്റ് കൂടിയതാണെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഇതിന്റെ ഈ സൈഡിലോട്ട് തെറിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ എൻഡിലോട്ട് തെറിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് നമുക്ക് എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ഈ ബോട്ടം പോർഷനിൽ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ആക്ച്വലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സിംഗ് ഉദ്ദേശിക്കുന്നത്. എനിവേ 3 മെത്തേഡ് ആണെങ്കിലും നമ്മൾ അവിടെ ചെയ്യുന്നത് അവിടുത്തെ ഇനേർഷ്യ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഡസ്റ്റ് കളക്ട് ചെയ്യാണ്. അപ്പോൾ 3 മെത്തേഡ് ഇനേർഷ്യൽ പെർസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇമ്പാക്ഷൻ, ഇംപിഞ്ച്മെന്റ്, സെൻട്രിഫ്യൂഗിങ്. 3ലും നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ആക്റ്റീവ് സാമ്പിളിംഗ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഫിൽട്രേഷൻ പഠിച്ചു. ജസ്റ്റ് ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുക. അതൊരു പമ്പ് ഉപയോഗിക്കുന്നുണ്ട്, അത് ആക്റ്റീവ് സാമ്പിളിംഗ് ആണ്.
സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് പാസീവ് സാമ്പിളിംഗ് ആണ്. ഇനീഷ്യൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് 3 തരത്തിൽ ചെയ്യാം. ഇൻഡക്ഷൻ, ഇംപിഞ്ച്മെന്റ്, സെൻട്രിഫ്യൂഗി, അങ്ങനെ 3 മെത്തേഡിൽ ചെയ്യാം. അടുത്തത് തെർമൽ പ്രസിപ്പിറ്റേഷൻ. തെർമൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? തെർമൽ പ്രസിപ്പിറ്റേഷനകത്ത് നമ്മൾ നമ്മുടെ ഈ ഡസ്റ്റ് അല്ലെങ്കിൽ എയറിനെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റിലൂടെ പാസ് ചെയ്യണം. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടിയ പോർഷനും ഉണ്ടാവും, ടെമ്പറേച്ചർ കുറഞ്ഞ പോർഷനും ഉണ്ടാവും. ഇതിലൂടെ നമ്മൾ ഈ എയറിനെ പാസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തോട്ട് ഡസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഒന്നുകൂടെ പറയാം, നമ്മുടെ എയറിനെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റിലൂടെ പാസ് ചെയ്യാം. ആ പേര് തന്നെ ഉണ്ട്, തെർമൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഒരു സൈഡിൽ ടെമ്പറേച്ചർ കൂടിയ പോർഷൻ ഉണ്ടാവും, ഒരു സൈഡിൽ ടെമ്പറേച്ചർ കുറഞ്ഞ പോർഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഡസ്റ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടെൻഡൻസി ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് വെയിറ്റ് കൂടിയ സാധനങ്ങൾ മൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വെയിറ്റ് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഈ എയറിനെ കളക്ട് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡസ്റ്റുള്ള എയർ കളക്ട് ചെയ്താൽ മതി. അതിന് പല പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ്. ഇതപ്പോൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവാനും പാസീവ് ആവാനും ചാൻസ് ഉണ്ട്. നമ്മൾ ആ എയറിനെ ഫോഴ്സ്ഫുള്ളി പറഞ്ഞേക്കുകയാണെങ്കിൽ ആക്റ്റീവ്, നാച്ചുറലി പോവുകയാണെന്നുണ്ടെങ്കിൽ പാസീവ്. അതാണ് തെർമൽ പ്രസിപ്പിറ്റേഷൻ. ഈ 2 മെത്തേഡും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. ഇതൊന്നും സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രം. ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഫിഗർ ഉള്ളത് വരച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ സെയിം പ്രൊസീജിയർ, നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് ഡസ്റ്റ് കളക്ട് ചെയ്യണം. ഇതിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമുക്കൊരു ചേമ്പർ ഉണ്ട് അല്ലെങ്കിൽ ഒരു സിലിണ്ടർ പോലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ എയറിനെ പാസ് ചെയ്യും. എയറിനെ പാസ് ചെയ്യുന്ന സമയത്ത് എയർ ചാർജ് ആവും. ഈ സിലിണ്ടറിന്റെ പ്രത്യേകത, ഇത് നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നുണ്ടാവും? പവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ എയർ ഇതിലൂടെ പോകുന്ന സമയത്ത് അത് ചാർജ്ഡ് ആവും. പിന്നെ ഈ സിലിണ്ടറിന്റെ വാള് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചാർജ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരുന്ന ഡസ്റ്റിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുക. നമ്മൾ ഇതിന്റെ വാള് ആൾറെഡി ഇവിടെ നിങ്ങൾക്കറിയാം എർത്ത് ചെയ്തിട്ടുണ്ട്. എർത്ത് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നെഗറ്റീവും പോസിറ്റീവും ചാർജുകൾ കണ്ടാൽ അത് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതിലൂടെ വരുന്ന എയർ സാമ്പിൾസിന് നമ്മൾ കൊടുത്തിട്ടുള്ള ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ഈ വാളിന് നമ്മൾ കൊടുത്തിട്ടുള്ള ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇതിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈ പോസിറ്റീവ് ചാർജിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് ഈ വാളിൽ എന്ത് കിട്ടും? നമ്മുടെ ഡസ്റ്റ് സാമ്പിൾ കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മെത്തേഡ് ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ആ ഡസ്റ്റ് സാമ്പിൾ കിട്ടിയാൽ മതി. ഡസ്റ്റ് ഉള്ള സാമ്പിളിനെ കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് ഇലക്ട്രിക്. നേരത്തെ നമ്മൾ തെർമൽ യൂസ് ചെയ്തപ്പോൾ തെർമൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു. ഇവർ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതും ഒരു ആക്റ്റീവ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സാമ്പിളിംഗ് മെത്തേഡാണ്. നമ്മൾ ഫാനൊക്കെ ഉപയോഗിച്ച്, എക്സോസ്റ്റ് ഫാനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിലോട്ട് നമ്മൾ ആ എയറിനെ അല്ലെങ്കിൽ ഗ്യാസിനെ കടത്തി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആക്റ്റീവ് സാമ്പിളിംഗ് മെത്തേഡാണ്. ഒന്നുകൂടെ പറയാം, ഇവിടെ നമുക്കൊരു സിലിണ്ടർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഇതിലോട്ട് ഈ സിലിണ്ടർ പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും. എയർ ഇതിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ട് മാറും. അപ്പോൾ അതിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതിൽ വാളിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവും. കാരണം നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാളിനകത്ത് നമുക്ക് വേണ്ട ഡസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യപ്പെടും. ഇതാണ് ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, അതുകൂടി പഠിഞ്ഞാൽ ഓക്കെയാണ്. ഒപ്റ്റിക്കൽ മെത്തേഡ്. ഒപ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഡസ്റ്റ് ഉള്ള എയർ സാമ്പിളിനകത്ത് എയർ സാമ്പിളിങ് ഡസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിലോട്ട് ലൈറ്റ് കടത്തി വിടുമ്പോൾ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഡസ്റ്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ എയർ സാമ്പിളിനകത്ത് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലോട്ട് ലൈറ്റ് വരുമ്പോൾ അത് സ്കാറ്റർ ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു പ്രോപ്പർട്ടി എത്രമാത്രം സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ഡസ്റ്റിനകത്ത് എത്രമാത്രം പാർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെങ്കിൽ എത്രമാത്രം കെമിക്കൽസ് ഉണ്ട് എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ലൈറ്റ് ഉപയോഗിച്ച് എയറിനെ സാമ്പിൾ ചെയ്യുന്ന മെത്തേഡാണ് ഒപ്റ്റിക്കൽ മെത്തേഡ്. ഇവിടെ പറയാം, ഒരു എയറിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് സ്കാറ്റർ ചെയ്തു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റ് എത്രമാത്രം സ്കാറ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള എയറിനെ നമ്മൾ സാമ്പിൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് ഇക്വേഷൻ പറയുന്നുണ്ട് IS/I0 = KND². ഇതൊന്നും സ്പെസിഫിക് ആയിട്ട് ഒന്നും ചോദിക്കില്ല കേട്ടോ നിങ്ങളോട്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കാറ്റർ ചെയ്ത് പോകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. അതായത്
നമ്മുടെ സാമ്പിളിൽ തട്ടിയിട്ട് പുറത്തോട്ട് പോകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ് IS. I0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി കൊടുത്ത അതിലോട്ട് തുടക്കത്തിൽ സ്കാറ്റർ ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. D എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ആണ്. K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ എയർ സാമ്പിളിംഗ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ആദ്യം എന്തിനാണ് എയർ സാമ്പിളിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അവിടെ ചോദിക്കുന്നത് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. എങ്ങനെ നമ്മൾ സാമ്പിൾ ചെയ്യും, ഏതൊക്കെ മെത്തേഡ് ഉണ്ട്, അത് സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് ചോദിക്കൂല. ഏതെങ്കിലും 2-3 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആക്റ്റീവ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക, പാസീവ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് കെമിക്കൽ സാമ്പിളിംഗ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളിംഗ്, ഇങ്ങനെ പല പല പേരുകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏത് ചോദിച്ചാലും നിങ്ങൾ ഇതിൽ ഇഷ്ടമുള്ള ഒരു 2-3 വൃത്തിക്ക് ഫിഗർ വരച്ച് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. 2 ആക്റ്റീവ് 2 പാസീവ് പഠിച്ചോളാം. അപ്പോൾ പിന്നെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്ടർ മീഡിയത്തിലൂടെ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് കടത്തിവിടുന്ന ആക്റ്റീവ് മെത്തേഡാണ്. സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി സെഡിമെന്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്, ആക്റ്റീവ് മെത്തേഡാണ്. അതിന്റെ ഫിഗർ വരയ്ക്കുക. ഇനേർഷ്യൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇമ്പാക്ഷൻ, ഇംപിജ്മെന്റ്, സെൻട്രിഫ്യൂഗിങ് 3 ഫോഴ്സ്, അതിലും നമ്മൾ 3 എണ്ണത്തിൽ നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് മെത്തേഡാണ്. ഇനേർഷ്യ പോകുന്ന ഡസ്റ്റിന് ഉണ്ടാകുന്ന ഇനേർഷ്യ യൂസ് ചെയ്ത് സാമ്പിൾ കളക്ട് ചെയ്യുന്നതാണ് ഇനേർഷ്യൽ പ്രസിപ്പിറ്റേഷൻ. തെർമൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റിലൂടെ നമ്മുടെ എയർ പാസ് ചെയ്യാണ്. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ടെമ്പറേച്ചർ കൂടിയോടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അത് വെച്ച് കളക്ട് ചെയ്യാണ്. ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചാർജ്ഡ് സിലിണ്ടർ ആണ്, അതിലൂടെ എയർ പാസ് ചെയ്യുന്നു. എയർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. സിലിണ്ടർ എർത്ത് ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം. ഒപ്റ്റിക്കൽ മെത്തേഡ് പറയുമ്പോൾ ഡസ്റ്റുള്ള എയറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അത് സ്കാറ്റർ ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, അത് യൂസ് ചെയ്ത് കളക്ട് ചെയ്യുന്നതിനാണ് ഒപ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ എയർ സാമ്പിളിങ്ങിൽ പഠിക്കാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 പഠിക്കുക. 2 ആക്റ്റീവും 2 പാസീവും ഫിഗർ ഉള്ളത് പഠിച്ചോളൂ. അപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടും. അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരു തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സ്പ്ലെയിൻ മെത്തേഡ് ഓഫ്. ഇതൊക്കെ സിലബസിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവരുത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവർ സിലബസിലുള്ള ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു മെത്തേഡ് ഓഫ് ഹസാർഡ് സർവീലിയൻസ് ആൻഡ് സർവേ മെത്തേഡ്സ്, അതായത് ഹസാർഡ് കണ്ടുപിടിക്കാനുള്ള സർവേ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഹസാർഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെ സർവേയിലൂടെ കണ്ടെത്തും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. അപ്പോൾ 3 തരത്തിലുള്ള സർവേ ആണ്. ഒന്ന് മെഡിക്കൽ സർവീലിയൻസ്, എൻവയോൺമെന്റൽ സർവീലിയൻസ്, അതേപോലെ തന്നെ ബയോളജിക്കൽ സർവീലിയൻസ്. മെഡിക്കൽ സർവീലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കേഴ്സിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മെഡിക്കൽ സർവീലിയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെന്റൽ സർവീലിയൻസ് എന്ന് പറയുമ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, വായിച്ചു നോക്കിയാൽ PDF ഷെയർ ചെയ്യാം. എൻവയോൺമെന്റൽ സർവീലിയൻസ് എന്ന് പറയുമ്പോൾ അവരുടെ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിനകത്ത് ഹസാർഡ് ഉണ്ടാവാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ സർവീലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ CCTV സർവീലൻസ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് എൻവയോൺമെന്റൽ സർവീലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബയോളജിക്കൽ സർവീലൻസ്, അവരുടെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബയോളജിക്കൽ സർവീലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 സർവീലൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ചിലപ്പോൾ ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ TW ഒരു തവണ ചോദിച്ചതാണ്, TW സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പോൾ TW എന്താന്ന് പറഞ്ഞു, 40 ഹവറിന് മാക്സിമം അവർ എക്സ്പോഷർ ചെയ്യപ്പെടാൻ പറ്റുന്ന ആ ലിമിറ്റേഷനാണ് TW എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എക്സ്പോഷറിനെ അസസ് ചെയ്യാം, അവർക്ക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്തോ കൊടുക്കണം തീരുമാനിക്കാം, അവരെ മോണിറ്റർ ചെയ്യാം, എക്സ്പോഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, റിസ്ക് അസസ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അവയർനെസ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ലോജിക്കലി ആലോചിച്ചാൽ കിട്ടുന്നതാണ്. നമുക്ക് ഒരു എക്സ്പോഷർ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാം നിങ്ങളുടെ ലിമിറ്റ് ഇത്രയാണ്, അപ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും, അത് ലിമിറ്റിൽ കൂടുതൽ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റിസ്ക് അസസ് ചെയ്യുക, ഇങ്ങനെ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് എന്തൊക്കെ റിസ്കുകൾ അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്, എന്തൊക്കെ രോഗങ്ങൾ അവർക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് അവയർനെസ് കൊടുക്കുക, ഇതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് ഏത് ലിമിറ്റ് ചോദിച്ചാലും നിങ്ങൾ ഈ പോയിന്റുകൾ എഴുതിയാൽ മതി. എക്സ്പോഷർ കൺട്രോൾ, റിസ്ക് അസസ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. അതിനാണ് ചോദിച്ചത്.
ലിമിറ്റേഷൻ ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒക്യുപ്പേഷൻ എക്സ്പോഷർ ലിമിറ്റ് വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചിലർക്ക് പൊടി നല്ല അലർജി ആയിട്ടുള്ളവരുണ്ടാവും, ചിലർക്ക് പൊടി വലിയ കുഴപ്പമില്ലാത്തവരുണ്ടാവും, ചിലർക്ക് പൊടി പ്രശ്നമേ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഈ ആരെ വെച്ചിട്ടാണ് ഈ സാമ്പിൾ എടുക്കുന്നത് എന്നുള്ളത് കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ തീരെ സെൻസിറ്റീവ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സ്പോഷർ ലിമിറ്റ് ഒക്കെ നല്ല ടോപ്പിൽ പോകുന്നുണ്ടാവും. നല്ല സെൻസിറ്റീവ് ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് വളരെ ലോയിലായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻഡിവിജ്വൽ വേരിയബിലിറ്റി എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് ലിമിറ്റ് വെക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എക്സ്പോഷർ, വർക്കേഴ്സ് ആർ ഓഫൺ എക്സ്പോസർ ടു മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് സൈമൾട്ടേനിയസ്ലി ഇൻ വർക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ലിമിറ്റ് വെക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടൈപ്പ് മെറ്റീരിയൽ മാത്രമായിരിക്കില്ല, പല ടൈപ്പ് മെറ്റീരിയലിലോട്ട് എക്സ്പോഷർ ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് ഇന്നത് കൊണ്ടാണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ലോങ് ടേം എഫക്റ്റ്, പിന്നെ പുതിയ പുതിയ അസാഡുകൾ വരുന്നത്, വർക്ക് പ്ലേസ് കണ്ടീഷൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒരു 4 പോയിന്റ് ഓർത്ത് വെക്കുക. ഈ ഒക്യുപ്പേഷൻ എക്സ്പോഷർ ലിമിറ്റിൽ ലിമിറ്റേഷൻ ആണ് ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിമിറ്റേഷൻ OEL സെറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻ എന്തൊക്കെ? ഇൻഡിവിജ്വൽ വേരിയബിലിറ്റി, മൾട്ടിപ്പിൾ എക്സ്പോഷർ, ലോങ് ടേം എഫക്റ്റ്, ന്യൂ ആൻഡ് എമർജിങ് ഹസാർഡ്സ്, പുതിയ ഹസാർഡുകൾ വരുന്നതൊക്കെ നമുക്കൊരു അതിനൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇതേവരെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളത്. ഒരു ഓവറോൾ ഐഡിയ കിട്ടിയില്ലേ? ഫിഫ്ത്ത് മൊഡ്യൂൾ ഓക്കെ അല്ലേ? ഇനി റെക്കോർഡ് ചെയ്ത് ഇടാം. ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ.